ഗൈസ്, സോ വെൽക്കം ബാക്ക് ടു മൈ അനദർ വ്ളോഗ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗിൻ്റെ ഉദ്ദേശം ഞാൻ എന്താണെന്ന് പറഞ്ഞു തരാം. അതിന് മുന്നേ ഞാൻ റെഡിയായി നിൽപ്പുണ്ട്. രാവിലെ എനിക്ക് വന്ന് ഏകദേശം ഒരു 9:30 മണി കഴിഞ്ഞിട്ടുണ്ടാവും. അത് ഇന്ന് ഇട്ടിരിക്കുന്നത് T40 ജുവൽസിൻ്റെ നമ്മുടെ ഒരു കോയിൻ ഇൻവിസിബിൾ ചെയ്യുന്നത്. ഇത് ഞാൻ രണ്ടാമത് റീസ്റ്റോക്ക് ചെയ്തൊരു പ്രോഡക്റ്റ് ആട്ടോ. അങ്ങനെ ഫുഡൊക്കെ ഇതൊക്കെ തനിക്കുട്ടിയുടെ ഫുഡാട്ടോ. നട്ട്സ്, പാൻ കേക്ക്, പിന്നെ എന്തുവാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ, എന്തോ ഒരു സാധനം കൂടെ ഉണ്ടായിരുന്നു. പിന്നെ വെള്ളം, അമ്മമ്മയ്ക്ക് ഉള്ളൊരു ഡ്രസ്സ് എടുത്ത് വെച്ചിട്ടുണ്ട്, ഉണക്കോടി. പിന്നെ തനിക്കുട്ടി അത് റെഡിയാക്കി ഇരിപ്പുണ്ട്, റേച്ചലിൻ്റെ പരിപാടിയും കണ്ടിരിപ്പുണ്ട്. അപ്പം ഞാൻ ഒരു കുറച്ച് നേരത്തേക്ക് ഇട്ടുകൊടുത്താണ്. അത് ഞാൻ പിന്നെ കുറച്ച് നേരം ഓഫ് ചെയ്യും കേട്ടോ. ഇത് നമ്മുടെ ഞാൻ ഇതിന് മുന്നേ ഉള്ളൊരു വ്ളോഗിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഞാൻ അവൾക്ക് കൊലുസ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അടിപൊളി കൊലുസാട്ടോ, നല്ല രസമുണ്ട്. അവൾക്കത് ഒരു ചേരുന്നുണ്ട് കേട്ടോ. അങ്ങനെ റെഡിയായി നിന്നപ്പോൾ നമ്മുടെ അപ്പുറത്തെ വീട്ടിലുള്ള നമ്മുടെ നെയ്ബർ ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. ഈ ചേട്ടൻ ഒരു ഹോം സ്റ്റുഡിയോ ഒക്കെ ഉണ്ട്. അതായത് നമ്മുടെ സെലിബ്രിറ്റീസിൻ്റെ ഒക്കെ യൂട്യൂബ് വീഡിയോസൊക്കെ എടുക്കുന്ന ഒരു ചേട്ടനാട്ടോ. അവർക്ക് ഡബ്ബിങ്ങും ഒക്കെ നടക്കാറുണ്ട്. പിന്നെ അങ്ങനെ റെക്കോർഡിങ്സ്, എഡിറ്റിങ് ഒക്കെ ചെയ്യുന്ന ഒരു ചേട്ടനാണ്. അപ്പോൾ ഇവള് റെഡിയായി നിൽക്കുന്നുണ്ട്. അപ്പോൾ ചേട്ടൻ വന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയും കുറച്ച് ഫോട്ടോസൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ അച്ഛനും അമ്മയും വന്ന് കൂട്ടിക്കൊണ്ട് പോവാണ്. ശ്രീൻ്റെ അച്ഛനും അമ്മയാണ്. അപ്പം അമ്മയുടെ സൈഡിലേക്കാണ് നമ്മൾ എല്ലായിടത്തും പോണത്. അമ്മയുടെ സൈഡ് വന്നിട്ട് വെഞ്ഞാറമൂടാണ്. അപ്പം അവിടുന്ന് കുറച്ചും കൂടെ മുമ്പത്തേനും ഒരു വാഴോട്ടം എന്ന് പറഞ്ഞിട്ട് സ്ഥലമല്ല കേട്ടോ, എനിക്ക് പ്രോപ്പർ സ്ഥലം അറിയില്ല. വീടിൻ്റെ പേരാണ് വാഴോട്ടം. ഇവരെങ്ങനെ പറഞ്ഞ് അതിങ്ങനെ രജിസ്റ്ററായി തലയിൽ. അപ്പോൾ ആ ഒരു വീട്ടിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഒരു അമ്മമ്മയെ കാണാനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അമ്മതെ ഇതിന് ചുറ്റും ഒറ്റ വീടില്ല കേട്ടോ, ഭയങ്കര പറമ്പാണ് മൊത്തം. എനിക്ക് ഈ വീട് കാണുമ്പോൾ എപ്പോഴും വരുമ്പോൾ കാണുന്ന വെച്ചാൽ നമ്മൾ വരുത്തൻ സിനിമയിലെ ആ ഒരു വീട് കണ്ടിട്ടില്ല, നടുക്കൊരു വീടുണ്ടാവും. പക്ഷെ അത് കുറച്ച് വലിയ വീടാണ്. ഇത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ചെറിയൊരു മീഡിയം സൈസ് വീടാണ്. അവിടെ ചുറ്റിനും മൊത്തം കാടൊക്കെയില്ല, ആരും ഇല്ലല്ലോ. മേളിലൊരു വീട് മാത്രമുണ്ട്. അതുപോലെ സെയിം ആണ് കേട്ടോ. ഇതുപോലെയാണ്. ഇത് പണ്ടത്തെ ഐറ്റംസ് ഒക്കെ ഇരിക്കുന്നുണ്ടോ? ഇങ്ങനത്തെ ഐറ്റംസൊക്കെ ഞാനിപ്പോൾ കാണാറുള്ള നമ്മളെ പുതിയ വീട്ടിലൊക്കെ ഇൻറ്റീരിയറൊക്കെ ചെയ്യാനായിട്ട് ഷോക്കേസ് ചെയ്യാനൊക്കെ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ അവിടെ ഇരിക്കുന്നുണ്ടപ്പോൾ ഞാൻ വീഡിയോസ് എടുത്തതാണ്. എന്നാൽ തനിക്കുട്ടി ഇതേ ചുറ്റിനും പോയൊക്കെ കാണുകയാണ്. അവളിങ്ങനെയൊന്നും കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ അതൊക്കെ ഭയങ്കര ഒരു രസമാണ്. ഇത് ആ കാണുന്ന ചെറിയൊരു അമ്പലം കേട്ടോ. അവരുടെ ഒരു ക്ഷേത്രമാണ്, ഒരമ്പലമാണ്. അങ്ങനെ അമ്മതേ അവിടുത്തെ ഒരു ചെടികളൊക്കെ അമ്മൂമ്മേരെന്ന് പറഞ്ഞ് മോഷ്ടിച്ചൊക്കെ എടുക്കുന്നുണ്ട്. ഇതൊക്കെ കൊണ്ടാണ് നമ്മുടെ അമ്മ അവിടെ പോയി നമ്മുടെ മരുതൻകുഴി വീട്ടിൽ പോയിട്ട് ഒക്കെ സെറ്റ് ചെയ്യുന്നത്. അങ്ങനെ നല്ല ഒരു അടിപൊളി വീടാട്ടോ, നല്ല രസമാണ്. പക്ഷേ നമ്മുടെ സിനിമയിൽ കാണുമ്പോൾ നമുക്കതൊരു ഭയങ്കര രസമായിട്ട്, ഇതൊക്കെ ആ അമ്മൂമ്മയുടെ പറമ്പാട്ടോ. അത് സിനിമയിൽ കാണുമ്പോൾ നമുക്കൊരു രസമായിട്ട് തോന്നും. പക്ഷെ ഇവിടെ നിൽക്കുമ്പോൾ എനിക്കൊരു ചെറിയൊരു പേടിയുണ്ട്, രാത്രിയാകുമ്പോൾ എന്ത് ചെയ്യും എന്നാണ് ആലോചിക്കുന്നത്. അങ്ങനത്തെ ഒരു കണ്ടീഷനാണ്. ഇവിടെ ഒരു അപ്പൂപ്പനും അമ്മൂമ്മയും മാത്രമേ ഉള്ളൂ വീട്ടിൽ. ഈ അമ്മൂമ്മ വന്നിട്ട് നമ്മുടെ ശ്രീൻ്റെ അമ്മയുടെ ഒരു ഇളയ സഹോദരി കേട്ടോ. അവിടെയാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. അവിടുത്തെ വിസിറ്റൊക്കെ കഴിഞ്ഞ ശേഷം നമ്മൾ അടുത്ത വീട്ടിലേക്ക്, അതായത് നമ്മൾ വെഞ്ഞാറമൂട്ടിലേക്ക് പോവാണ് ഡയറക്റ്റ്. ഇത് വെഞ്ഞാറമൂട്ടിൽ നിന്ന് അപ്പുറത്തൊരു വേറൊരു സൈഡ് തിരിഞ്ഞാണ് ഈ വീട്ടിലേക്ക് നമ്മൾ പോയത്. ഇത് നമ്മുടെ MC റോഡില്ലേ, MC റോഡിൽ ആണ് അമ്മൂമ്മയുടെ വീടും. അമ്മൂമ്മയുടെ ഇനിയൊരു സഹോദരൻ്റെ വീട്ടിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇപ്പോൾ അവിടെ ആ അപ്പൂപ്പന് 2 പെൺമക്കളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെയൊക്കെ ആയിട്ട് അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ കുറേ കുട്ടികളൊക്കെ കണ്ടപ്പോഴത്തേനും അവരൊക്കെ എടുത്തിട്ട് പോയാട്ടോ. അവരുടെ കൂടെയൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ഒരു കുഴപ്പമില്ലാതെ ടോയ്സൊക്കെ വെച്ച് കളിച്ചുകൊണ്ടൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. അവൾക്ക് ഭയങ്കര സന്തോഷമായി. അതിനിടയ്ക്ക് നമ്മുടെ തനുക്കുട്ടിയുടെ ഡ്രസ്സിൻ്റെ ബാക്കിൽ ഇതങ്ങ് പൊട്ടിപ്പോയി. ഇനി അത് പിന്നെ വെച്ചൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. അങ്ങനെ ഇവിടെ നമ്മുടെ ഇവിടെ ഇത് സുമി ചേച്ചിയാണ്, അതായത് അപ്പൂപ്പൻ്റെ ഒരു മോളാണ്. ഇത് സുചിത്ര ചേച്ചി, അതായത് എൻ്റെ പേര് തന്നെ കേട്ടോ. എൻ്റെ പേര് സുചിത്ര എന്നല്ലേ, നമ്മുടെ സുചിത്ര ചേച്ചിയാണ്. സുചിത്ര ചേച്ചിയുടെ വീട്ടിലേക്കാണ് ഇപ്പോൾ വന്നത്. അതും തൊട്ടടുത്ത് തന്നെ കേട്ടോ. ഇവരുടെ എല്ലാവരും വീട് തൊട്ടടുത്ത് തന്നെയാണ്. അത് നല്ല രസമല്ലേ. അതായത് അമ്മയുടെ വീട് തൊട്ടടുത്തുണ്ട്, ചേച്ചിയുടെ വീട് തൊട്ടടുത്തുണ്ട്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനത്തെ ഇങ്ങനെ എല്ലാവരും വീട് അടുത്തിങ്ങനെ വരുന്നതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇനി നമ്മുടെ മെയിൻ വീട്ടിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. നമ്മുടെ അമ്മൂമ്മയുടെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. ഇതും നമ്മുടെ MC റോഡില്ലേ, നമ്മുടെ ഹൈവേ, അതിൻ്റെ തൊട്ട് സൈഡിലിരിക്കുന്ന വീടാണ് കേട്ടോ അമ്മൂമ്മയുടെ വീട്. അമ്മൂമ്മ ഇപ്പോൾ ഇങ്ങനെ നോക്കും. കൊച്ചുമോളേക്ക് കണ്ടിട്ട് കുറേ നാളായല്ലോ. തനിക്കുട്ടിക്ക് ഇവിടെ വന്നപ്പോൾ ഭയങ്കര രസമാണ്. ഇത്രയും സ്ഥലവും അവൾക്ക് ഓടിക്കളിക്കാനും അവൾക്ക് എന്തൊക്കെ കല്ല് പറക്കി എടുക്കുന്ന, അതെടുക്കണം ഇതെടുക്കണം ഒന്നും പറയണ്ട, രസമായിരുന്നു. അങ്ങനെ അമ്മൂമ്മ വന്ന് അമ്മൂമ്മയ്ക്ക് നമ്മളതേ ഓണക്കോടിയൊക്കെ നമ്മുടെ തനിക്കുട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ കൊടുക്കും കേട്ടോ. അവളുടെ കയ്യിൽ എന്തെങ്കിലും സാധനം നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അവൾ കൊടുക്കും.
എന്നിട്ട് അമ്മൂമ്മ നമുക്ക് സദ്യയൊക്കെ ഒരുക്കുന്നത്. അവൾക്ക് അവിടെ ചെന്നപ്പോൾ തന്നെ വിശപ്പ് തുടങ്ങിയിട്ടുണ്ടെന്ന്. നല്ല സമയമായിട്ടുണ്ടേ, അന്നേരം 1 മണി 1:30 ആയിട്ടുണ്ടായിരുന്നു നമ്മൾ അമ്മൂമ്മയുടെ അവിടെ എത്തിയപ്പോൾ തന്നെ. നമുക്ക് വിശപ്പ് ഇങ്ങനെ അമ്മൂമ്മ അന്ന് നമ്മൾ വരുന്നതുകൊണ്ട് സദ്യ ചെറിയൊരു സദ്യയാണ്, ചെറിയൊരു സദ്യ വലിയൊരു സദ്യ തന്നെയാണ്, പക്ഷെ വിത്ത് നോൺ വെജ് ആട്ടോ അമ്മൂമ്മയുടെ സദ്യ എപ്പോഴും. അങ്ങനെ ചോറും പരിപ്പും എല്ലാ കറിയും ഉണ്ടായിരുന്നു, അവിയലും മീൻ പൊരിച്ചതും അച്ചാറും ചിക്കൻ കറിയൊക്കെ അടിപൊളിയായിരുന്നു. പായസം ഇഞ്ചിക്കറിയും ഒക്കെ ഇട്ട് എല്ലാം അടിപൊളിയായിരുന്നു. ഉഷാറായിട്ടുള്ളൊരു എന്താ പറയുക ലഞ്ചായിരുന്നു കേട്ടോ. കുറേ നാളായില്ല ഇങ്ങനത്തെ ഒരു നാടൻ ഭക്ഷണമൊക്കെ കഴിച്ച്, നാടനും സദ്യയൊക്കെ എല്ലാം കൂടെ മിക്സ് ചെയ്ത് കഴിച്ചിട്ടൊക്കെ കുറേ നാളായി. അടിപൊളിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്ഥിരം അമ്മൂമ്മയുടെ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ വന്ന് ഇങ്ങനെയാണ് എപ്പോഴും കിടക്കാറുള്ളത്. ഇപ്പം ശ്രീ ഇല്ലയെന്ന് മാത്രമേ ഉള്ളൂ വ്യത്യാസം. ശ്രീയും കൂടെ ഉണ്ടെങ്കിൽ ഇവിടെ ഒരാളും കൂടെ ഉണ്ടായിരുന്നു. അപ്പൂപ്പനും അച്ഛനും അച്ഛമ്മയായിട്ട് കളിച്ചുകൊണ്ടൊക്കെ ഇരിപ്പുണ്ടെന്നാണ് കുട്ടി. അച്ഛൻ ഉറങ്ങുമായിരുന്നു. അച്ഛനെ ഒന്ന് അവിടെ ശല്യപ്പെടുത്താണ്. അച്ഛൻ പക്ഷെ ആദ്യം അറിയുന്നില്ല, പിന്നെ അച്ഛൻ ഉണ്ടാവുക കളന്ന കേട്ടോ. അങ്ങനെ അവിടെയൊക്കെ കളിച്ച ശേഷം വൈകിട്ടായി, ഏകദേശം ഒരു എത്ര മണിയായിട്ടുണ്ടാവും, ഒരു 3-4 മണിയൊക്കെ ആയിട്ടുണ്ടാവും തോന്നുന്നു. അങ്ങനെ അമ്മൂമ്മ അതെ സ്ഥിരം അമ്മൂമ്മയുടെ കയ്യിൽ എപ്പോഴും സ്റ്റോക്ക് ചെയ്ത് വെക്കുന്ന ഒരു ഐറ്റമാണ് മഞ്ച്. ഏത് കുട്ടികൾ അവിടെ വന്നാലും അമ്മൂമ്മ ഒരു മഞ്ച് കൊടുക്കും, അങ്ങനെയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കുട്ടിക്കും മഞ്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു, എല്ലാവർക്കും ഓരോ വിധം മഞ്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ തലക്കുട്ടിക്ക് അത് പൊട്ടിക്കാനുള്ളൊരിതായിരുന്നു, പക്ഷെ അത് കൊടുക്കില്ല. നമ്മൾ മഞ്ച് ഇതുവരെ അവൾക്ക് ചോക്ലേറ്റ് അങ്ങനെ കൊടുത്തിട്ടില്ല. ഒരു തവണ എന്തോ ഒരു വീട്ടിൽ പോയ സമയത്ത് അവൾക്ക് ഇങ്ങനെ അവർ കൊടുത്തിട്ടുണ്ടായിരുന്നു ഡാർക്ക് ചോക്ലേറ്റ്, അങ്ങനെ. അത് പക്ഷെ അവൾക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടമായില്ല. ഇത് പൊട്ടിക്കാനായിട്ട് കിടന്നു. ഇത് കഴിച്ചിരുന്നെങ്കിൽ അവൾ മിക്കവാറും ചോക്ലേറ്റ് കഴിച്ച് തുടങ്ങും കേട്ടോ, അത് ഉറപ്പുള്ള കാര്യമാണ്. കാരണം അവളുടെ അച്ഛൻ അങ്ങനെയാണ്, ഭയങ്കര ചോക്ലേറ്റ് അഡിക്റ്റ് ആണ്. അപ്പം എന്തായാലും തനിക്കുട്ടിയും അങ്ങനെ തന്നെ ആയിരിക്കും വിശ്വസിക്കുന്നത്. കാരണം ഇത് കഴിച്ചാൽ അവൾ എന്തായാലും കഴിക്കും എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ്. കാരണം പഞ്ചക്ക് ഭയങ്കര ടേസ്റ്റുള്ള സാധനമല്ലേ. അങ്ങനെ അതൊക്കെ അമ്മമ്മയുടെ നിന്ന് പിടിച്ച് മേടിച്ചുകൊണ്ട് വന്ന് എന്നിട്ട് അമ്മയ്ക്ക് കൊടുത്ത്, അങ്ങനെ അച്ഛനും കൊടുത്തൊന്നാണ്, അച്ഛനും കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ടെന്താ അവിടെ കുറേ നേരം ഇങ്ങനെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ വൈകിട്ടായപ്പോൾ അമ്മമ്മ നമ്മുടെ ചായ ഇട്ടില്ല. നമ്മൾ ഇവിടുന്ന് അടുത്ത അമ്മമ്മയുടെ ഒരു സഹോദരിയുടെ വീട്ടിൽ പോവാണ്. രണ്ടാമത്തെ സഹോദരി ആണെന്ന് തോന്നുന്നു കേട്ടോ. രണ്ടാമത്തെ സഹോദരി വീട്ടിൽ പോകണം. അമ്മമ്മയാണ് മൂത്തത്. അപ്പോൾ അടുത്ത സഹോദരിയുടെ വീട്ടിലേക്ക് പോവാണ്. ഇത്ത അമ്മമ്മ എന്നാണ് നമ്മൾ വിളിക്കാറുള്ളത്. അപ്പോൾ ഈ വീടിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് തന്നെയാണ്. നമ്മൾ ക്രോസ് ചെയ്ത് കുറച്ചുകൂടെ അങ്ങോട്ട് പോകണം കേട്ടോ, അത്രേ ഉള്ളൂ വ്യത്യാസം. അപ്പോൾ നമ്മൾ പറഞ്ഞാൽ ചായ വേണ്ട, എന്തായാലും അവിടെ പോയി ചായ കുടിക്കണമല്ലോ. അപ്പോൾ ചായ അല്ലെങ്കിൽ ഇവിടുന്ന് എല്ലാം കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എങ്ങും പോയി കഴിഞ്ഞാൽ പിന്നെ ഒന്നും കഴിക്കത്തില്ല. അതുകൊണ്ട് പിന്നെ അമ്മൂമ്മ ചായ ഉണ്ടാക്കിയില്ല. അതിന് പകരം എന്താ പറയുക, നമ്മുടെ അതിൻ്റെ പേര് മറന്നുപോയി, വാഴയ്ക്കപ്പം അമ്മ ഉണ്ടാക്കിയിട്ടുണ്ട്. അമ്മമ്മ ഇപ്പോഴും എല്ലാ സാധനവും ഉണ്ടാക്കും കേട്ടോ, അതായത് മുറുക്ക് സാധനങ്ങളെല്ലാം അമ്മൂമ്മ ഇപ്പോഴും ഉണ്ടാക്കാറുണ്ട്. അച്ചപ്പവും അതും ഇതുമൊക്കെ അമ്മൂമ്മ ഉണ്ടാക്കും. അപ്പം നമുക്ക് കുറച്ച് വാഴയ്ക്കപ്പം, പക്ഷേ നമ്മുടെ ടമ്മി ഫുള്ളായിട്ട് ഇരിപ്പുണ്ടായിരുന്നു. കാര്യം സദ്യ അടിച്ച് കയറ്റിയത് ഞാൻ എത്ര തവണ ചോറിട്ട് കഴിച്ചെന്നറിയോ. അപ്പോൾ അതുകൊണ്ട് എൻ്റെ വയറിൽ ഒരടി പോലും, ഒരു ചെറിയൊരു സ്പേസ് പോലും ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഒന്നെങ്കിലും ഞാൻ കഴിച്ചേനെ. പക്ഷെ എനിക്ക് കഴിക്കാൻ പറ്റില്ല. അങ്ങനെ അമ്മ അതൊക്കെ പൊതിഞ്ഞ് നമുക്ക് അങ്ങ് തന്നു. അങ്ങനെ നമ്മളത് കൊണ്ടുപോയി. അത്രേ ഉള്ളൂ ഗൈസ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം അടുത്ത ഇനി എന്തൊക്കെയാണെന്നുള്ളത്. നിങ്ങൾ കണ്ടോ? വലത്തെ കൈ കൊണ്ട് കൊടുക്കും, വലത്തെ കൈ ഈ കൈ അച്ഛൻ
താങ്ക് യു താങ്ക് യു പറഞ്ഞു. ബൈ പറ. ബൈ. ഉമ്മ എടുക്കും ഉമ്മ. അങ്ങനെ നമ്മുടെ അമ്മമ്മയുടെ അടുത്ത് ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് അടുത്ത നമ്മുടെ അമ്മമ്മയുടെ ഒരു സഹോദരിയുടെ വീട്ടിൽ ഇതാണ് അമ്മമ്മയുടെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. ഇനി ഇവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, അങ്ങനെ കൂടുതൽ വിശേഷം പറയാനില്ല. അപ്പം നിങ്ങൾ കണ്ടോ, ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. ഡോൾഫിൻ എവിടെ? ഡോൾഫിൻ. ഡോൾഫിൻ. വേണ്ട, അമ്മ അവിടെ എന്താ ഉണ്ടാക്കിയിട്ട് പിള്ളേ കഴിച്ചു പെട്ടെന്ന് കഴിഞ്ഞ ആഴ്ച ഇപ്പൊ കഴിഞ്ഞ 2 ദിവസം അവിടെ മാനേജ് ചെയ്തത്. അപ്പൊ അച്ഛനമ്മ വരാൻ അങ്ങനെ ഞാൻ ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്തു. അപ്പൊ തിരിച്ചു അവർക്ക് നല്ല ഒരുപാട് പോവാടേ കാറ്റ് തൻവി ഇവിടെ വലിച്ചെടുക്കണം. അപ്പോൾ അതേ നമ്മളൊരു ഓർക്കിഡ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ MC റോഡിൽ തന്നെ വരുന്ന ഒരു ഒരു ഷോപ്പിൽ കയറിയിട്ടുണ്ട് ഡ്രസ്സ് എടുക്കാനായിട്ട്. നമ്മൾ ഓണം പ്രമാണിച്ച് അമ്മയുടെ ഓണം കൂടി. അപ്പം ചേച്ചിക്ക് ഡ്രസ്സ് എടുത്തു, എനിക്ക് ഒരു ഡ്രസ്സ് എടുത്തു, അമ്മയ്ക്കൊരു ഡ്രസ്സ് എടുത്തു. അപ്പോൾ ആദ്യം ഞാൻ തനിക്കുട്ടിയും കൊണ്ട് കാറിലിരിക്കുകയെന്ന് കണ്ട് തനിക്കുട്ടി അവിടെ പോയിട്ട് അലമുണ്ടാക്കുമെന്ന് വിചാരിച്ചിട്ട് ഇരുന്നു. പിന്നെ അമ്മ എടുത്തു വെച്ചിട്ട് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ പോയി ഞാൻ സെലക്ട് ചെയ്തിട്ട് എടുത്തു കേട്ടോ. അങ്ങനെ അവിടുത്തെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ ശേഷം പിന്നെ നമ്മൾ പോകുന്നത് പോത്തങ്കോടാണ്. നമ്മുടെ കൊച്ചപ്പൂപ്പൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത്. അവിടെയും കൂടെ വിസിറ്റ് ചെയ്ത് അപ്പൂപ്പന് അമ്മ ഓണക്കൊടിയൊക്കെ കൊടുത്ത ശേഷം അവിടെ ഇടയ്ക്കിച്ച് തനിക്കുട്ടി കാറി കയറിയപ്പോൾ തന്നെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവിടെ കൊണ്ട് ഞാൻ അവിടുത്തെ ഒരു സോഫയുണ്ട്. അപ്പം സോഫയിൽ അവിടെ കിടത്തിയിട്ട് ബാക്കിലൊരു വീട്ടിൽ എനിക്ക് എങ്ങനെയാണ് കറക്റ്റ് ബന്ധത്തോന്ന് എനിക്കറിയില്ല. അവിടെ പോയിട്ട് അവിടെ ഒന്നവരെയൊക്കെ കണ്ട ശേഷം നമ്മൾ പിന്നെ ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് നമ്മൾ നേരെ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. പിന്നെ നേരെ എൻ്റെ വീട്ടിലേക്കാണ്, അതായത് അമ്മേച്ചനെ എൻ്റെ വീട്ടിലാക്കിയിട്ട് പിന്നെ അവരങ്ങ് പോയി. ഇനി ഞാൻ അങ്ങോട്ട് ശ്രീൻ്റെ വീട്ടിലേക്ക് പോണത് തിരുവോണത്തിനായിരിക്കും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ് നമ്മുടെ വ്ളോഗിൻ്റെ വിശേഷം. അപ്പോൾ ബാക്കി നിങ്ങൾ കണ്ടോളൂ. ഇനി വേറെ വോയിസ് ഓവർ ആയി ചെയ്യാനായിട്ട് വേറെ ഒന്നുമില്ല. നല്ല രസമാണ്, അങ്ങോട്ട് പോകുന്ന വഴിക്ക് ഇനി നല്ല രസമാണ്. കുറേ ഇതൊക്കെ അപ്പൂപ്പൻ്റെ ആ ബാക്കിൽ കാണുന്നതൊക്കെ അപ്പൂപ്പൻ്റെ പറമ്പ് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു നമ്മുടെ നാരങ്ങ കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ഞാൻ അമ്മ കുറച്ച് നാരങ്ങയും എനിക്ക് അവിടുത്തെ ബാക്കിലത്തെ അവിടുത്തെ അപ്പൂപ്പനും അമ്മമ്മയ്ക്കും കാന്താരി ഉണ്ടല്ലോ, കാന്താരിയൊക്കെ എനിക്ക് കുറേ പറിച്ചൊക്കെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ മേടിച്ചിട്ട് നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ. അപ്പോൾ നമ്മുടെ ഫാമിലി വിസിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി എൻ്റെ വീട്ടിലെ ഫാമിലി പോകുന്നതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പക്ഷെ അത് എല്ലാവരെയും കാണാനൊന്നും പറ്റിയില്ല. എനിക്കിനി 2 വീട്ടിലും കൂടെ പോകണം എന്നുണ്ട്. അപ്പം അത് ആഫ്റ്റർ ഓണമൊക്കെ കഴിഞ്ഞ ശേഷം ഒക്കെയാണ് അങ്ങോട്ട് പോകുന്നത്. പിന്നെയും കാട്ടാക്കടയിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ വിശേഷം. അപ്പം നമുക്ക് വേറൊരു ദിവസം വേറൊരു വ്ളോഗുമായിട്ട് കാണാം. അതുവരേക്കും ബൈ ബൈ.